ഒരു സർക്കാർ അധികാരത്തിലേറി 10 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ നേതൃത്വത്തിൽ തെരുവിൽ സമരം ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തടക്കം വലിയ തെരുവ് യുദ്ധം നമ്മൾ കണ്ടു. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർക്കൊരു മധുവിധുവിനുള്ള അവസരം കൊടുക്കണം, അതിനുശേഷം സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നാണ് പ്രതിപക്ഷം നിലപാടെടുക്കുക. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPM തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും ആഞ്ഞടിക്കണം, നഷ്ടപ്പെട്ട ജനപ്രീതി സമരത്തിലൂടെ നമുക്ക് തിരികെ പിടിക്കണം. ഈ നടത്തുന്ന സമരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ സമരങ്ങൾ ഉൾക്കൊള്ളുമോ? കേരളത്തിലെ വോട്ടർമാർ ഈ സമരത്തെ ഏത് രൂപത്തിലാണ് നോക്കിക്കാണുക? CPM അധികാരത്തിലില്ലെങ്കിൽ ഇവിടെ സമരങ്ങളും ഹർത്താലും പണിമുടക്കുകളും നിരന്തരമായി ഉണ്ടാവുമെന്നൊരു പരാതി മുമ്പുണ്ടായിരുന്നു. 10 കൊല്ലമായിട്ട് ആളുകൾ അതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. സതീശൻ തന്നെ അവകാശപ്പെടുന്നത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്, ഞാൻ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടത്തിയില്ല. ഞങ്ങൾ ഹർത്താൽ നടത്തുന്നതിനെതിരാണ്, കാരണം നിർബന്ധിതമായ ആളുകളെ വഴിമുടക്കുന്നു, ചെയ്യുന്നു, ഇതൊക്കെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇന്നലെ ഏറ്റവും തമാശയുണ്ടായ സംഗതി, കോട്ടയത്ത് കുറേ നേരം വഴിമുടക്കി, ഇവരുടെ സമരം വരണമെന്ന് പറഞ്ഞിട്ട്. കുറെ കഴിഞ്ഞപ്പോൾ സമരം വന്നില്ല. പോലീസൊക്കെ കാത്തുനിന്നു, കാരണം വിദ്യാർത്ഥി ഒഴുകി വരുമല്ലോ എന്ന് പറഞ്ഞു. അവിടെ പഠന ക്യാമ്പ് ഉണ്ട്, അതുകൊണ്ട് സമരം വേണ്ടാന്ന് വെച്ചു. ആളില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നാണ് KSU പറഞ്ഞത്. എനിക്കറിയില്ല, അത് അവരുടെ തമ്മിൽ തീർക്കണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ SFI ജയിച്ചു. സാധാരണ SFI ജയിക്കുന്നത് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. അതായത് 2 സീറ്റ് KSU ജയിച്ചു. വിദ്യാർത്ഥി സംഘർഷമുണ്ടായി, കല്ലേറുണ്ടായി, അടിപിടി ഉണ്ടായി. പോലീസ് സ്വാഭാവികമായും പോലീസ് ഇടപെട്ടു. പോലീസ് കേസെടുത്തു, KSUക്കാർക്കെതിരെ എടുത്തു, SFIക്കെതിരെ കേസെടുത്തു. ഇതൊരവസരമായി കണ്ടാണ് ഇന്നലെ തെരുവിലിറങ്ങിയത്. ഒരു ആവശ്യമില്ലാത്ത തെരുവിലിറക്കാമെന്ന് അറിയാം. കാരണം പോലീസ് വളരെ സ്വാഭാവികമായ നടപടി അവിടെ എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് കേസ് എടുക്കാതെ വളരെ സിമ്പിളായി ചോദിക്കാം. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ KSUക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും യൂത്ത് ലീഗുകാർക്കും എതിരെ എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രയാണ് ഓരോ സമരങ്ങളിൽ? ഇപ്പൊ ചർച്ച ചെയ്യുന്ന മറ്റേ കേസുണ്ടല്ലോ, കരിങ്കൊടി രക്ഷാപ്രവർത്തനം. അതിൽ തന്നെ എന്ത് കേസിനാണ് കേസെടുത്തത്? വീണ വിജയന്റെ കരിങ്കൊടി കണ്ട് കഴുത്ത് വിളിക്കുക, വീണ ജോർജിന് കരിങ്കൊടി കണ്ട് കഴുത്ത് വിളിക്കുക, കൈയൊടിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കേസിൽ പോലും 14 ദിവസമാണ് ആ കുട്ടികൾ ജയിലിൽ കിടന്നത്. ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത വിഷയം ഉണ്ടാക്കി കേസെടുക്കും. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ പറയില്ല, ഗവൺമെന്റ് ഇച്ഛാശക്തി വളരെ പ്രകടമാണ്, കേസെടുക്കും, കേസ് വിട്ടുപോകും, സമരമാണ്. പക്ഷെ ഇന്നലെ ചെയ്തത് യഥാർത്ഥത്തിൽ ഞാൻ അതിന് മറുപടി പറയുക, നമ്മുടെ പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പൊ തോറ്റുപോയ ഇരിങ്ങാലക്കുട തോറ്റ MLA, അവരുടെ ഒരു കമന്റാണ്. ഞാൻ ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അവരധികാരം ഏറ്റ ഉടനെ ഇവിടെ KSUക്കാർ എന്തോ ഒരു സമരം നടത്തി, ഒരു മാസത്തിനിടയിൽ പറ്റിയ. അവർ പറഞ്ഞു, ഇങ്ങനെ ആളുകളുടെ വഴിയൊക്കെ തടഞ്ഞ് സമരം ചെയ്യണത് ശരിയാണോ? ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടന ഇത് ചെയ്യണത് ശരിയാണോ? നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾക്കൊരു ഇത് തീർക്കാനൊരു സമയമൊക്കെ തരണ്ടേ എന്തെങ്കിലും ചെയ്യാൻ. ഇതിപ്പോ അതാണ് KSUക്കാർ ഇടുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായില്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെ സമരം ചെയ്യും, വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനൊരു തെറ്റുമില്ല, കുറെ ചെയ്യും. പക്ഷേ കേരളത്തിന്റെ അന്തരീക്ഷം വല്ലാതെ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സമരങ്ങളോട് കേരളത്തിൽ യാതൊരു അനുഭാവവുമില്ല. നേരെ മറിച്ച് ഇപ്പൊ ആശാ സമരം നടത്തി, അവരൊരു അക്രമത്തിന് പോയില്ല. ആശാ സമരത്തിനോട് ജനങ്ങൾക്ക് അനുഭാവം ഉണ്ടായി, കാരണം അവർ പാവങ്ങളാണ്, അവര് ഒരു അക്രമത്തിന് പോയില്ല. അവർ ഇപ്പൊ കേരളയിൽ ഇത്രയൊക്കെ ചെയ്തു. എന്തൊക്കെ വീട്ടിൽ കയറി ഇട്ടിട്ടും കേരളയിൽ സമരത്തിൽ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല. ആകെ കുറ്റിയൂരി എന്നുള്ള കേസാണ് ക്രിമിനൽ കേസ്. അതിൻ്റെ ഏതെങ്കിലും പോലീസിനെ കല്ലെറിഞ്ഞു എന്നോ, കേരളം മുഴുവൻ സമരം നടന്ന അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ അങ്ങനെ ഒരു ക്രിമിനൽ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഒരു സമരം വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ട്. മാത്രമല്ല, റോഡ് തടയുക, വഴി തടയുക എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടാണ്. അതിന് മന്ത്രിക്ക് എന്താ കുഴപ്പം? നിങ്ങൾ വഴി തടഞ്ഞ മന്ത്രിക്ക് എന്താ കുഴപ്പം? അയാൾക്ക് പോകാൻ വേറെ വഴിയുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് പോകാൻ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ വിദ്യാർത്ഥി സമരം, അത് ഇനി ഞങ്ങൾ ജീവൻ പോയാലും ചെയ്യും. അതിൽ കുറേ ട്രോളുകൾ ഇങ്ങനെ കേരളം മുഴുവൻ വരുന്നുണ്ട്. റഹീം വളരെ ദൂരെ നിന്ന് ഇരിക്കടാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ പിള്ളേർ സമരം ചെയ്തിട്ടില്ല. ആകെ ഈ വാഴ്ചപ്പാട്ട് നടന്നവരാ. പെട്ടെന്ന് സമരം ചെയ്യാൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പിള്ളേർക്കും അറിയില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു ടൈം ലാഗും ഉണ്ട്. സാധാരണ 5 കൊല്ലം കൊണ്ട് വരും. 5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് വരുന്നവർ. അപ്പൊ പഴയ ഫസ്റ്റ് ബാച്ച് അവിടെ ഉണ്ടാവും. ഇതിപ്പോ 10 കൊല്ലം കഴിഞ്ഞു പറഞ്ഞപ്പോ 1ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി ഇപ്പൊ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയപ്പോ കോളേജിലോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് എത്തിയിട്ടുള്ളത്.
അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം സമരത്തിന്റെ ആ സ്പിരിറ്റൊക്കെ പോയി. മാത്രമല്ല അങ്ങനെ ഒരു എന്താ പറയുക, രാഷ്ട്രീയമായി ജനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന, വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാ. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പൂക്കാട്ടുപടിയിലെ പ്രശ്നം ചർച്ച ചെയ്തു, മറ്റേ മലയണ്ണതുരത്തെ. അതുപോലെ തന്നെയല്ലേ ആളുകൾ കളിയാക്കില്ലേ? ഒരു ഗവൺമെന്റ് അധികാരമേറ്റ് പിറ്റേ ദിവസം അവിടെ വന്നിട്ടില്ല. അതിനു മുമ്പ് 1980 ശ്രീനിജന്റെ ഒരു നല്ല വീഡിയോ ഉണ്ട് പഴയ എംഎൽഎയുടെ. 1983 മുതൽ കോടതി മുഴുവൻ കയറി ഇറങ്ങിയൊരു കേസാണ്. കഴിഞ്ഞ 10 വർഷമായി 5 വർഷത്തിൽ നിയമമന്ത്രിയായിരുന്നത് രാജീവാണ്. പി രാജീവ് എന്ന് പറയുന്ന നിയമമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വീടിന് ഒരു അദ്ദേഹത്തിന്റെ മണ്ഡലം കഴിഞ്ഞ് അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ ഈ മലയിടംതുരുത്ത് കുന്നത്തനാട് മണ്ഡല. ഇത്രയും കാലം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് അവിടെ രാജീവ് വരുന്നു, ബിന്ദു മന്ത്രി വരുന്നു, ഗോവിന്ദൻ വരുന്നു. എന്താ ഇതിലെ കഥ? സാമാന്യ തലയ്ക്ക് വെളിവുള്ളവർക്ക് മനസ്സിലാവില്ല. ഇവരെവിടെയായിരുന്നു? ഒരു ഗവൺമെന്റ് വന്ന് ഒരാഴ്ചയായിട്ട് അവിടെ യഥാർത്ഥത്തിൽ ഇത് ചാർജ് എടുത്തില്ല. ഞാൻ ഒരു കാര്യം നമ്മൾ ആദ്യമേ പറയാം, ഒരു തരത്തിലുള്ള ഈ ഓടി ഒഴിപ്പിക്കലിനെ അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. അതിന് UDF ഒഴിപ്പിച്ചാലും VS അച്യുതാനന്ദൻ മൂലംപള്ളിയിൽ നിന്ന് കുടി ഒഴിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ. VSന്റെ എല്ലാ കാലത്തെയും സപ്പോർട്ടർമാരിൽ ഒരാളാണ്. പക്ഷെ VS അച്യുതാനന്ദനെ വരെ നമ്മൾ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് മൂലംപള്ളി കുടിയിറക്കിനെതിരെ വന്നത്. കുടിയിറക്കാൻ പാടില്ല. പക്ഷേ ഇത് ഒഴിവാക്കാൻ 2 ദിവസം കാരണക്കാരൻ ഈ 2 ദിവസമുള്ളൊരു ഗവൺമെന്റ് ആണോ, തലേ ദിവസം മാത്രം വന്ന ഗവൺമെന്റ് ആണോ, 10 വർഷമായി ഇവിടെ ഭരിച്ച ഗവൺമെന്റ് ആണോ എന്ന ചോദ്യം സാമാന്യ വെളിവുള്ളവർ ചോദിക്കും. പിന്നെ CPM-ന് ഒരു തെറ്റ് പറ്റാൻ പോണെന്താ അറിയും? ഒരു ഇത്ര പെട്ടെന്ന് സമരത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പഴയ പോലെ സമരം, ആശാ സമരം പോലെ ഒന്നും CPM-ന് ഒരു സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് പാർട്ടി അടിത്തട്ടിൽ വളരെ ദുർബലമാണ്. പാർട്ടി നേതാക്കളോട് പാർട്ടി താഴെയുള്ളവർക്ക് യാതൊരു ബഹുമാനവും ഇല്ലാത്ത അവസ്ഥയുള്ളത്. പിണറായി വിജയന് വല്ലാതെ തെറി പറയുന്ന ലോക്കൽ കമ്മിറ്റികളാണ് വരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നേതാക്കൾ പറഞ്ഞാൽ ആളുകൾ അനുസരിച്ചോളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ സമരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സമരം സമരാഭാസമായി മാറും. ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ സമരാഭാസങ്ങളാവാൻ പാടില്ല. കാരണം ഒരു ആശയം മുമ്പോട്ട് വെച്ചിട്ടാണ് സമരം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മുമ്പോട്ട് വെച്ചിട്ടാണ്. ഇവിടെ ലക്ഷ്യമല്ലേ ഒന്നുമില്ല. ഇവരെ കുടിയിറക്കരുത് എന്ന് പറഞ്ഞാൽ ആരോടാ പറയണത്? കുടിയിറക്കരുത് ഇവരാണ് കുടിയിറക്കിയത്. സുപ്രീം കോടതി ഓർഡർ വരുന്നതിന് ഒരു ലീഗൽ ആക്ഷൻ ഒരു പ്രാവശ്യം ഇവരാരും കോടതി പോയിട്ടില്ല ഗവൺമെന്റ്. അന്നൊക്കെ ഇവർ പറഞ്ഞെന്താ, 2 കക്ഷികൾ തമ്മിലുള്ള തർക്കം, ഞങ്ങൾക്ക് എന്താ ചെയ്യുക എന്നാണ് ശ്രീനിജൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണ്. ആ പാവപ്പെട്ട മനുഷ്യരും അവിടെയുള്ള ഒരു നായർ മുതലാളിയും തമ്മിലുള്ള ഒരു ജന്മിയും തമ്മിലുള്ള തർക്കമാണ്, സമ്മതിച്ചു. പക്ഷെ ഗവൺമെന്റിന് സ്റ്റാൻഡില്ലേ അതിൽ? ഗവൺമെന്റ് എപ്പോഴും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇടപെട്ടു? അതിന് മുമ്പുള്ള ഗവൺമെന്റുകൾ ഇടപെട്ടു? ഞാൻ UDF LDF എന്നല്ല പറയും, ഏതെങ്കിലും ഗവൺമെന്റ് ഇടപെട്ടോ? ഒരു ഗവൺമെന്റ് ഇടപെട്ടില്ല. 10 വർഷമായിട്ട് നോക്കിയിരുന്നു. ഞങ്ങൾ പോലീസിനെ അയച്ചില്ല. ഞാൻ ഉറപ്പായി പറയുന്നു, പോലീസിനെ ഇവർക്ക് അയക്കേണ്ടി വരും. കാരണം സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണം എന്ന് നിർബന്ധമായി സുപ്രീം കോടതി പറയുകയും DGP-യെ കോടതിയിലേക്ക് വിളിപ്പിക്കും. DGP ഹൈക്കോടതി വിളിപ്പിക്കും. എന്താടോ എനിക്ക് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ പറ്റില്ല? മുഖ്യമന്ത്രി അല്ല വിളിക്കുക, DGP-യെ വിളിച്ചിട്ട് വരെ നടപ്പാക്കാൻ പറയും. ഇത് പണ്ട് ശബരിമല വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ. ശബരിമല സുപ്രീം കോടതി ഉത്തരവ് എന്ന് പറഞ്ഞിട്ടല്ലേ പോലീസിന്റെ അകമ്പടിയോടുകൂടി 2 സ്ത്രീകളെ ശബരിമല കയറ്റി ആകെ വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ സ്ത്രീകളും പോയില്ലേ, പുരുഷന്മാരും പോയില്ല, ആരും പോയില്ല. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു സാമൂഹ്യ വിഷയം കൃത്യമായി ഏറ്റെടുത്ത് സമരം ചെയ്തില്ല എങ്കിൽ ഇടതുപക്ഷ സമരം അപഹാസ്യമാവും. മറുവശത്ത് ഒരുപാട് തല്ല് കിട്ടി, അടി കിട്ടി, ജയിലിൽ കിടന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇവരുടെ മുമ്പിലുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയിട്ടില്ല ഇവർ പറയുന്നത് സമരം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സമരം എനിക്ക് എന്തെങ്കിലും ഒരു കാറ്റ് പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ക്രിയാത്മക പ്രതിപക്ഷമായി CPM-നും LDF-നും ഇരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. ഒരുപാട് മാറേണ്ടി വരും. കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട ഒരു വിദ്യാർത്ഥി സമരമായിരുന്നു. എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് രജനി എസ് ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന നടത്തിയ സമരം. അന്ന് ആ സമരത്തിൽ SFI മാത്രമല്ല ASF-ഉം KSUS-ഉം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. അന്നൊരു സമരത്തെ ആഹ്വാനം നൽകിയാൽ യൂണിറ്റ് തലത്തിലും നിയോജകമണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ സമയം സമരങ്ങൾ നടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള സംഘടനാ ശേഷി SFI-ക്കും മറ്റു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്കും നഷ്ടപ്പെട്ടു പോയത്. മറ്റിടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അവർ തമ്മിലുള്ള ഐക്യം എത്രയുണ്ടെന്നുള്ളതും ASF SFI തമ്മിൽ ഏതെങ്കിലും ക്യാമ്പസുകളിൽ നിങ്ങൾ പോയാൽ നമുക്കറിയാം. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണല്ലോ ഒരു കുട്ടിയുടെ നെഞ്ഞത്തി ചവിട്ടിയിട്ട് ആർഷോ പറഞ്ഞത്. അപ്പം അത് നിൽക്കട്ടെ. SFI-യുടെ പ്രശ്നം തന്നെ എടുക്കുക. SFI-ക്ക് ഇത് ഈ പറഞ്ഞ സംഘടനാ ശേഷിയൊക്കെ ഉണ്ടായിരുന്നു.
ഞാനും കുറെ കാലം SFIയുടെ നേതാവായിരുന്ന ആളാണ്. ഇന്ന് SFIക്ക് ഇല്ല എന്നല്ല, അതിന്റെ മാതൃപ്രസ്ഥാനമായ CPM-ന് CPM-ന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത് എന്താ? സംഘടന, താഴെ തട്ടിൽ സംഘടനയില്ല. അവർ തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പൊ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പറഞ്ഞതാണ്, കൊടുത്ത എല്ലാ കണക്കും മണ്ടത്തരമായിപ്പോയി. കൊടുത്ത എല്ലാ കണക്കും, എല്ലാ സീറ്റിലും തളിപ്പറമ്പൊക്കെ ജയിക്കും, പയ്യന്നൂർ ജയിക്കും, പാർട്ടി ആളുകൾ മാത്രമുള്ള സ്ഥലത്ത് വരെ കണക്ക് കിട്ടിയില്ല. എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു നഗരപ്രദേശത്ത് കിട്ടിയില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാവാം. പക്ഷെ ഗ്രാമങ്ങളിൽ പോലും കൃത്യമായി കണക്കൂട്ടിരുന്ന CPM-ന് കൊടുക്കാൻ കഴിയാതിരുന്ന എന്തുകൊണ്ടാണ്? താഴെ തട്ടിൽ സംഘടനയില്ല. ലോക്കൽ കമ്മിറ്റിക്ക് താഴെ ഈ ഭൂലോകത്ത് എന്താ നടക്കണമെന്ന് ഇവർക്ക് അറിയില്ല. ഭൂമി കച്ചവടവും മണൽ മാഫിയയും ഗുണ്ടാ മാഫിയ മയക്കുമരുന്നുമായിട്ടാണ് ആളുകൾ നടക്കുന്നത്, പാർട്ടി പ്രവർത്തകർ. അതിൻ്റെയൊക്കെ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ പാർട്ടി ചർച്ചകളിൽ വരുന്നുണ്ട്. നമ്മളത് പറയുന്നതല്ല. അത് ഭരണം വേറെ, ഭരണത്തിൻ്റെ തണലിൽ ഇതൊക്കെ രക്ഷപ്പെടും. പക്ഷെ സമരം വരുമ്പോൾ ഇതല്ല സ്ഥിതി. സമരത്തിന് ഭരണത്തിൻ്റെ തണലില്ല. മുദ്രാവാക്യം ഞങ്ങൾ ചോര ചിന്തും, അപ്പടി ചെയ്യും, ഇങ്ങടി ചെയ്യും, ഞങ്ങൾ തീ കൊണ്ടുള്ള മറ്റേ ജലപീരങ്കി ഉപയോഗിക്കും, പീരങ്കി ഉപയോഗിച്ചാൽ ഞങ്ങൾ മാറില്ല എന്നൊക്കെ ആർഷോന്ന് പറയാം. പക്ഷെ ആർഷോ സ്ഥലത്തുണ്ടാവില്ല. ആർഷോ സ്ഥലത്ത് മാത്രമല്ല, കുട്ടികളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം കഴിഞ്ഞ് 10 കൊല്ലം കൊണ്ട് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ പ്രൊഫഷണലാണ്. ഒരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചും അവർ തങ്ങളുടെ ശരീരം കേടാക്കാനൊന്നും താല്പര്യമില്ല. അതിന് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളല്ലാതെ ആരും അതിന് നിൽക്കില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ മോഹങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിക്കണം ഒറ്റ കാര്യം, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി തെരുവിൽ ഇറങ്ങും. കാരണം അവൻ്റെ പാസ്പോർട്ട് പിന്നെ കിട്ടില്ല. ഒരു കേസ് ഉണ്ടായാൽ അവന് പാസ്പോർട്ട് കിട്ടില്ല, അപ്പം അവൻ ഇറങ്ങില്ല. ഒരു പാർട്ടിക്ക് വേണ്ടി ഇറങ്ങില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിനും ഇറങ്ങില്ല, CPM-നും ഇറങ്ങില്ല, BJP-ക്കും ഇറങ്ങില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കുട്ടികളിൽ ഒരു വലിയ ശതമാനം എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. പിന്നെ നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും ഇറങ്ങിയിട്ട് തോന്നിക്കും. ഇപ്പം ഇവിടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളുകളുടെ ഒരു നേതാവിൻ്റെ മക്കളും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നില്ല. CBSE മറ്റേതൊക്കെയാണ്. അവിടെയാണ് പ്രശ്നം. പിണറായി വിജയൻ്റെ വീട്ടിൽ സതീശൻ ചെന്നപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ അവർക്ക് ഏത് വേണി പഠിക്കാം, പക്ഷെ വന്നിട്ട് ഗീർവാണം പറയരുത് നമ്മളോട്. ഏത് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കുട്ടികൾ പോയി പഠിച്ചാൽ പറ്റില്ല. സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ കൂത്തുപറമ്പ് വെടിവയ്പ് നടക്കുന്ന കാലത്താണ്, അത് കഴിഞ്ഞപ്പോഴാണ് വീണ വിജയനെ അമൃതയിൽ കൊണ്ടാക്കാൻ കുഞ്ഞനന്തൻ നായരുടെ കൂടെ പോയി ഇവിടുന്ന് മറ്റേ ചാക്ക് രാധാകൃഷ്ണന്റെ ഹോട്ടലിൽ താമസിച്ചു പോയത്. അതൊക്കെ കഥയുണ്ടല്ലോ. ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ വികൃതമായ, ഏറ്റവും മോശപ്പെട്ട, നമ്മളൊക്കെ അത്രയും വെറുപ്പുള്ള, എല്ലാ അട്ടിമറിയും നടത്തിയ, കൊലപാതകം വരെ നടത്താൻ മടിയില്ലാത്ത ഗുണ്ട അയാളുടെ ഹോട്ടലിൽ പോയി താമസിച്ച് ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ കൂടെ അങ്ങനെ പോയി എന്നാണ്. അമൃതയിൽ, ഏത് അമൃതാനന്ദമയുടെ സ്കൂളിൽ, കോളേജിൽ, അതുപോലെ കോയമ്പത്തൂര്, ഇവിടെ SCMS കോളേജിലാണ് മകൻ പഠിച്ചത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാശ്രയ കോളേജാണ്. ഞാൻ പറഞ്ഞത് ആളുകൾ ഇതൊക്കെ കാണില്ലേ. ഇപ്പൊ പഴയ പോലെയല്ലോ, ദേശാഭിമാനി മാത്രമല്ലല്ലോ ആൾ വായിക്കണേ. അതിൻ്റെ ഒരു പ്രശ്നമില്ലേ? സ്വാശ്രയ കോളേജിൻ്റെ സമരം നിർത്തി നിങ്ങളുടെ കുട്ടികൾ അവിടെ പഠിച്ചു, സ്വാശ്രയ കോളേജിൽ വേറെ അവിടെ പഠിച്ചു. അപ്പൊ ഇത് ഈ ചോദ്യം പൊതുസമൂഹത്തിൽ വരികയും കുട്ടികളെ ഒന്നും അങ്ങനെ നിങ്ങൾക്ക് ആവേശപ്പെടുത്താൻ, പഴയ പോലെ രാജ്യത്ത് വിപ്ലവം വരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുട്ടികളൊക്കെ, എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു. വിപ്ലവം തീർച്ചയായിട്ടും വരും തീരുമാനിച്ചടങ്ങിയ ആളാണ് ഞങ്ങളൊക്കെ. ഇപ്പം അങ്ങനെ ഏത് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ പറ്റും? അവർക്ക് അങ്ങനെ വിപ്ലവം വേണ്ടേരും. അവർ ഇവിടെ കുഴപ്പമുണ്ടെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചവരാ. അപ്പൊ ചുരുക്കത്തിൽ 10 വർഷം മുമ്പ് ഉള്ളൊരു ജനറേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സമരം, പ്രത്യേകിച്ചും യൂത്തിനെ നിങ്ങൾക്ക് രംഗത്തിറക്കി അങ്ങനെ ഒരു സമരത്തിലെത്തിക്കാനൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സാമൂഹ്യ അവസ്ഥ മാറി, രാഷ്ട്രീയ കാലാവസ്ഥ മാറി, പാർട്ടിയുടെ ഘടന മാറി. അപ്പൊ പിന്നെ ഒരു സമരാഭാസം നടത്താം, കുറച്ച് ദിവസമൊക്കെ ഒരു ബഹളം ഉണ്ടാക്കാം എന്നല്ലാതെ ഒന്നുമില്ല. നല്ല അടി കിട്ടി കുറെ കേസും കൂടി ആയാൽ ഈ പിള്ളേരൊക്കെ വഴിയിൽ നിന്ന് പോകും. അതാണ് ഉണ്ടാവുക.